ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കാണും. അഭിപ്രായങ്ങൾ ഒരു ഭാരതീയന്റെ അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഞാൻ സംസാരിച്ചത്, അതുപോലെ തന്നെയാണ് ഞാൻ സേവനം ചെയ്തത്. ഞാൻ അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഇറങ്ങണ മുമ്പ് സർക്കാർ ആവശ്യപ്പെട്ടാൽ രാജ്യത്തിന് എന്റെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞാൻ എപ്പോഴും അതിന് തയ്യാറാണ്. ഒരിക്കലും എന്റെ വക ഒരു കുറവ് കാണില്ല. അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചു. എന്നെ ആവശ്യപ്പെട്ടത് സർക്കാരായിരുന്നു. സത്യമാണ്, പാർട്ടി എന്നെ ആവശ്യപ്പെട്ടില്ല അത് ചെയ്യാൻ. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു ഭാരതീയ പൌരനായിട്ട് എന്റെ ഡ്യൂട്ടി, എന്റെ കടമ ഞാൻ ചെയ്തു. അത് അഭിമാനത്തോടെ ചെയ്തു. തിരിച്ചു വന്നു. ഇനി ആ ഫേസ് ഇപ്പോൾ നമ്മളുടെ പുറകെയാണ്. ഇനി കൂടുതൽ സംസാരിക്കാൻ ആവശ്യമുണ്ടോ? ബിജെപിയിലേക്ക് പോകുമെന്ന പ്രചാരണത്തിന് അങ്ങ് നടത്തിയ ചില പരാമർശങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. സമാനമായ ഒരു സാഹചര്യം സംസ്ഥാനത്തുമുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത്. ഒരുപക്ഷെ അതാണ് അവർക്ക് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ചോദിച്ചോട്ടെ. ഇതുവരെ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നെന്നും ഞാൻ കണ്ടു. അത് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ വേഗം ചാടും. ഒരു ഉദാഹരണമാണ്, ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2015 ജാനുവരിയിൽ പത്താൻകോട്ട് സംഭവിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനെ തന്നെ ഉൾപ്പെടുത്തി അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നിങ്ങൾ തന്നെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അത് നമ്മുടെ രാജ്യത്തിൽ ചില ഞെട്ടിപ്പോയി. പക്ഷെ എന്നിട്ടും കൂടി അവർ വന്നിട്ട് തിരിച്ചുപോയി പറഞ്ഞു ഇന്ത്യക്കാരനെ സ്വയം ചെയ്തതാണ് എന്ന് പറഞ്ഞ് നടന്ന ശേഷം അവരെ നമ്മൾക്ക് അത്രത്തോളം ആ വിശ്വാസക്കുറവുള്ള കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഭീകരവാദികളുടെ ആക്രമണം വന്നപ്പോൾ ആദ്യത്തെ തവണ തന്നെ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അത് ചിലവര് എന്റെ പ്രഭാഷണം കേൾക്കാതെ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേൾക്കാതെ, ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ തവണ ക്രോസ് ചെയ്ത പോലെ എനിക്ക് എന്റെ തലയ്ക്ക് സൂക്കടാണ്. എനിക്കറിയില്ല എപ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നതൊക്കെ. ഞാൻ തന്നെ എഴുതിയ കാര്യങ്ങളല്ലേ. അപ്പോ അനാവശ്യമായിട്ട് 1965 യുദ്ധം മുതലുള്ള കാര്യങ്ങൾ അവർ ഉദാഹരണമായി എടുത്തു. ഇത് തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും സമയം ചെലവാക്കാൻ എനിക്ക് സമയമില്ല. ഞങ്ങളൊക്കെ ആ കാലത്തൊക്കെ രാത്രി 1-2 മണിക്കൂർ ഉറങ്ങുന്ന ജേണിയായിരുന്നു. 5 രാജ്യത്ത് പോവായിരുന്നു. ഫ്ലൈറ്റുകളൊക്കെ രാത്രി നേരത്തായിരുന്നു. ഭയങ്കര തിരക്കുള്ള സമയത്തിന്റെ ഇടയിൽ കൂടി ഇവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാതെ അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കുന്ന സ്ഥിതിയിൽ ഞാൻ എന്തിനാണ് അതിൽ തർക്കത്തെ ഇറങ്ങുന്നത് പറഞ്ഞ് ഞാൻ ഒരു വാചകത്തിൽ ഡിസ്മിസ് ചെയ്തു. ആ തർക്കം ഇവിടെ 3-4 ദിവസം നടന്നുകൊണ്ടിരുന്നെന്ന് കേട്ടു. അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ. എനിക്ക് ഇതിനെക്കുറിച്ച് ബിജെപിയിലേക്ക് പോകുമെന്ന പ്രചാരണത്തിന് ഒരു മറുപടി. നോക്കൂ, ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ കോൺഗ്രസിന്റെ ഒരു അംഗമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്നെക്കുറിച്ചുള്ള എന്താണ് വിചാരം കോൺഗ്രസ് പാർട്ടി തന്നെ പറയട്ടെ. എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു. ജനങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയ വിശ്വാസം ഞാൻ 3 തവണ ആത്മാർത്ഥത പൂർത്തിയാക്കി. 4ാം തവണ അവർ തന്ന വിശ്വാസങ്ങൾ ഞാൻ ഇന്നത്തെ ഭൂരിപക്ഷം നടന്ന മീറ്റിംഗ്സും ചർച്ചകളും ഒക്കെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ ആയിരുന്നുള്ളൂ. വേറെ ഒരു രാഷ്ട്രീയം സംസാരിച്ചത് നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കണ്ടില്ല ആരൊക്കെയാണ് വന്ന് കൂടിപ്പോയത്. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ നഴ്സുമാരുടെ വിഷയം, നമ്മുടെ തീരദേശത്തിന്റെ കടലാക്രമണത്തിന്റെ വിഷയം, നമ്മുടെ ഓരോരോ ഈ നഗരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് മൊത്തത്തിൽ ഓരോരോ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ചുമതല ഏറ്റിയെടുത്താൽ അതിനെ ഒരു ആത്മാർത്ഥതയോടും ഒരു ആത്മവിശ്വാസത്തോടും പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനാണ് എന്റെ ജീവിതം മുഴുവൻ. 29 വർഷം ഐക്യരാജ്യസഭയിലും 16 വർഷം നിങ്ങളുടെ പ്രതിനിധിയായിട്ടും അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇന്നലെ സർക്കാർ എനിക്ക് ഒരു ചുമതല തന്നു. അതിന് ഞാൻ അതേപോലെ ഒരേ ആത്മാർത്ഥതയോടും ഒരേ മനസ്സോടും ഒരേ ആ സിൻസിയറിറ്റിയോടും ഞാൻ പ്രവർത്തിച്ചു. അതുപോലെ ഇനിയും അവസരങ്ങൾ വന്നാൽ ഞാൻ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ പറയാനൊരു ആവശ്യം കാണുന്നില്ല. താങ്ക്സ് വെരി മച്ച്. നിലമ്പൂരിലെ സാറിനെ കൂടാതെ പല മുതിർന്ന നേതാക്കൾ വന്നിട്ടില്ല. ഇതിനോടൊന്ന് സാറിന്റെ പ്രതികരണം. അല്ല, നിലമ്പൂരിൽ ഞാൻ പറയട്ടെ, എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എന്റെ വലിയ ആവശ്യമില്ല അവിടെ. എനിക്കും തോന്നുന്നു നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ വിജയം ഉണ്ടാവണം. പക്ഷെ എന്റെ മണ്ഡലത്തിൽ നിന്ന് പോയ, എന്നോട് സംസാരിച്ച് പോയ പല പ്രവർത്തകരും എന്റെ ഒപ്പം സമ്പർക്കത്തിലായിരുന്നു. അവരൊക്കെ സാധാരണ പ്രവർത്തകരാണ്, വലിയ നേതാക്കളൊന്നും ആയിരുന്നില്ല. പക്ഷെ അവരെല്ലാം പറയണത് നന്നായി ഇറങ്ങി എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഷൌക്കത്തിനെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് 15 വർഷം മുമ്പിലത്തെ കഥയാണ്, 11 വർഷം മുമ്പിലത്തെ കഥയാണ്. ഞാൻ ഷൌക്കത്തിന് ഒരു അവാർഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ഇന്ത്യയിലത്തെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആക്കി 100% സാക്ഷരത കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ട്. അപ്പോൾ
ആ സ്ഥാനത്തിനും കൂടി എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന്റെ കഴിവും എല്ലാം അറിയാം. അപ്പൊ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാനും അറിയിട്ടുണ്ടാവുക. പക്ഷേ എന്നെ അത് ആവശ്യപ്പെട്ടില്ല. ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ. സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടില്ല എത്താൻ. സ്ഥാനാർത്ഥിക്ക് തിരക്കില്ലേ? നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളായിട്ട്. താങ്ക്സ്. ശശി തരൂരാണ് മാധ്യമങ്ങളെ കണ്ടത്. ഒരാശ്വാസമുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ജയിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തരൂർ പറഞ്ഞത് കോൺഗ്രസിനും ഷൗക്കത്തിനും ആശ്വാസമാണ്. പക്ഷേ മറ്റു ചില വിമർശനങ്ങൾ അതൃപ്തി പരസ്യമാക്കിയാണ്. തന്നെ ആരും നിലമ്പൂരിൽ പ്രചരണത്തിന് വിളിച്ചില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ തരൂർ പറഞ്ഞു വെക്കുന്നു. മറ്റ് കാര്യമായ കോൺഗ്രസ് വിരുദ്ധ പരാമർശങ്ങളൊന്നുമില്ലാതെ തരൂർ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു.